ഒരു A-ലൈൻ ചുരിദാർ എങ്ങനെ വെട്ടാം നമുക്ക് നോക്കാം. ചുരിദാറിനുള്ള തുണി 4ആയിട്ട് മടക്കി നിവർത്തിടുക. നമുക്ക് എത്ര ഇറക്കമാണോ വേണ്ടത് അതിൽ നിന്ന് 2 ഇഞ്ച് കൂടെ കൂട്ടി വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. അപ്പൊ എനിക്കൊരു 45 ഇഞ്ച് ഇറക്കം വേണം. അപ്പൊ 47 ഇഞ്ച് ഇറക്കം ഞാൻ അടയാളപ്പെടുത്തിയിടുക. കഴുത്ത് അകലം ഇച്ചിരി വിരിവ് ഒക്കെ ഇച്ചിരി കഴുത്ത് അകന്നൊക്കെയാ വേണ്ടെങ്കിൽ നമുക്ക് 3 ഇഞ്ച് വരില്ല. അല്ലെ ഒത്തിരി അകലം വേണ്ടാത്തവർക്ക് 2, 2.5 ഒക്കെ ഇട്ടാൽ മതിയാവും. ഷോൾഡർ 7, അവരവരുടെ അളവനുസരിച്ച് 6.25, 7 ഒക്കെ ഇടാം. കഴുത്തിന്റെ ഇറക്കം നമുക്ക് വേണ്ട ഇറക്കം അവിടെയും 3 ഇഞ്ച് തന്നെ വീതി അടയാളപ്പെടുത്തുക. കൈക്കുഴി നമ്മുടെ വണ്ണത്തിന്റെ 4/1 - 1.5 കൈക്കുഴി വേണ്ടത്. എത്രയായാലും 7.5 കൂടാൻ പാടില്ല. നമ്മുടെ വണ്ണത്തിന്റെ 4/1 + 2, 2, 2.5 ലൂസൊക്കെ ഇച്ചിരി ഏറെ വേണ്ടവർക്ക് 2.5 ഇഞ്ചോളം ഇടാം. ബോഡി ഇറക്കം ഇവിടെ എടുത്തതിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ച് ഇവിടെ എടുക്കുക, ഷേപ്പ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ യോജിപ്പിക്കുക. ഇനി താഴെ നമ്മൾ ഇറക്കം എടുത്തെടുത്ത് ഫ്ലെയർ, ഒത്തിരി ഫ്ലെയർ വേണ്ടവർക്ക് 16 ഇഞ്ചൊക്കെ ഇടാം. അല്ലെ 14, 15 ഒക്കെ മതി, അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. ഇത് തമ്മിൽ യോജിപ്പിക്കുക. കൈക്കുഴി വെട്ടാനായിട്ട് ഇവിടെ ഈ ജോയിന്റിൽ നമ്മളൊരു 1.5 ഇഞ്ച് അകത്തോട്ടെടുത്ത് ഒരു ഷേപ്പാക്കി വെട്ടുക. കഴുത്ത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് കഴുത്ത് വേണോ അതനുസരിച്ച് കഴുത്തിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. വി കഴുത്താണെങ്കിൽ ഇവിടെ നേരെ ഇങ്ങോട്ട് യോജിപ്പിക്കുക. സ്ക്വയർ ആണെങ്കിൽ നേരെ വെട്ടിയെടുക്കുക, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ആക്കുക. ഇത് വെട്ടിയെടുക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇറക്കം വേണ്ടവർക്ക് ഒരുമിച്ച് വെട്ടാം, അല്ലാത്തവർ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഫ്രണ്ടും ബാക്കും വെട്ടാൻ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി സെപ്പറേറ്റ് കഴുത്ത് വെട്ടേണ്ടവർക്ക് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുക്കണം. അപ്പൊ ഒത്തിരി വിരിവ് വേണ്ടവർക്ക് ഇച്ചിരി കൂടെ അകത്താ, അല്ലാത്തവർ അകത്തൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ബാക്ക് പീസ്. ഫ്രണ്ട് പീസ് നമ്മൾ കഴുത്തകലം 3 ഇഞ്ച് എടുത്തു, ആ കഴുത്തകലം എടുത്തു. ബാക്ക് കഴുത്തിന്റെ ഇറക്കം എത്ര വേണോ അത്ര എടുക്കുക. ഞാനിവിടെ 5 ഇഞ്ച് ഇറക്കമാണ്, എനിക്ക് ബാക്ക് കഴുത്ത് 5 ഇഞ്ച് ഇറക്കം വേണ്ടതുകൊണ്ട് ഞാൻ 5 ഇഞ്ച് ഇറക്കം എടുത്തു. ബാക്ക് കഴുത്ത് ഞാൻ സ്ക്വയർ ഇടാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ സ്ക്വയർ രീതിയിൽ തന്നെ വെട്ടിയെടുക്കുന്നു.
അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടും ബാക്കുമായി ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കണം. അതിനു വേണ്ടി ഈ മേളിൽ വരുന്ന പീസ് 4 പീസുണ്ട്. അപ്പോൾ 2 കൈക്കുമുണ്ട്. നമുക്ക് വേണ്ട ഇറക്കവും വീതിയും നമ്മൾ നോക്കണം. കൈക്ക് എന്തും വേണ്ട ഇറക്കം വേണോ? ഒരു 12-11 ഇഞ്ച് നീളം മതി എനിക്ക്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടണം. ലൈനിങ് വെക്കുന്നതുകൊണ്ടാണ് 1 ഇഞ്ച്. ലൈനിങ് വെക്കാത്ത കൈയാണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് നീളം കൂട്ടണം. കാരണം മടക്കി അടിക്കണം, തയ്യൽ തുമ്പ് പോകണം. അപ്പം ഞാനത് ലൈനിങ് വെക്കുന്നതുകൊണ്ട് എനിക്ക് 11 ഇഞ്ച് നീളം മതി. അപ്പം ഞാൻ 12 ഇഞ്ച് നീളം വെച്ചു. ഇനി വീതി ഒരു 11 ഇഞ്ച് വീതി എടുക്കുക. 11 ഇഞ്ച് വീതി എന്ന് പറയുന്നത് നമ്മുടെ വണ്ണത്തിൻ്റെ 4/1 + 1.5 2ഒക്കെ കൂട്ടാം. അപ്പം എനിക്ക് 11 ഇഞ്ച് മതി. നമ്മൾ മൊത്തം നീളം എടുത്തത് ഇവിടെ 12 അല്ലേ. അപ്പം താഴെ നമ്മൾ 12 ഇഞ്ച് നീളം വെക്കുന്നു. അവിടുന്ന് ഒരു 4.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തും. ഈ 4.5 ഇഞ്ച് വന്നിടത്തോട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് വരച്ച ലൈനിന്റെ നീളം 12. അപ്പൊ കറക്റ്റ് അതിന്റെ മിഡില് 6-6-ലൊരു വര വരച്ചു. ഇനി 6ന്റെ പകുതി 3-ലും ഇവിടോട്ട് പകുതി, ഇവിടുന്ന് 6 അപ്പൊ 6ന്റെ പകുതി 9. ഇത്രയും ലൈൻ വരച്ചു വെക്കുന്നു. നമ്മളിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് ഒരു 3/4 ഇഞ്ച് വീതി വേണം. 3/4 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി ഈ താഴെ നമ്മൾ 6-നകത്ത് 3 അടയാളപ്പെടുത്തില്ല, അവിടെ ഒരു 1/2 ഇഞ്ച് വീതി അകത്തോട്ട് എടുക്കുക. ഇത് നമ്മളൊരു കൈയുടെ ഷേപ്പ് പോലെ വരയ്ക്കുക. ഇവിടെ ഒന്ന് ഇതേ കൂടെ ജോയിൻ ചെയ്ത് നടുക്കത്തെ പോയിന്റ് കൂടെ ജോയിൻ ചെയ്ത് ഇങ്ങനെ യോജിപ്പിക്കുക. കൈയുടെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വെട്ടിയത്. ഇനി കൈയുടെ വണ്ണം എത്ര ആണോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ ഒരു 5.5 ഇഞ്ച്, എനിക്ക് 6 ഇഞ്ച്, 5.5 6 മതി. അപ്പം 5.5 എടുത്തു, 5.5 എടുത്ത് 1.5 കൂട്ടുക. ഒരു 6 ഇട്ട 6 2 8 ഇടാം. അത് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് കൈയുടെ വണ്ണം എത്ര ആണോ അതിൻ്റെ കൂട്ടത്തിൽ 1.5 2 ഇഞ്ച് കൂട്ടാം. തയ്യൽ തുമ്പ് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയിടുക. ഇത് തമ്മിൽ യോജിപ്പിക്കുക. നമ്മൾ ഈ വരച്ചിടത്തൂടെ വെട്ടി അങ്ങെടുത്ത് നമ്മുടെ കൈയായി. ഒരു കൈയുടെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചുരിദാറിന്റെ ലൈനിങ് വെട്ടണം. അപ്പൊ ലൈനിങ് എങ്ങനെ വെട്ടാം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ചുരിദാറിന്റെ ഫുള്ള് ബോഡിയും വെട്ടി കൈയും വെട്ടി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചുരിദാറിന്റെ ലൈനിങ് എങ്ങനെ വെട്ടാം. അപ്പൊ ലൈനിങ് എന്ന് പറയുമ്പം ചുരിദാറിന്റെ അത്രയും നീളം നമുക്ക് വേണ്ട. അപ്പൊ ചുരിദാറിന്റെ നീളം എത്ര ആണോ അതിനൊരു 2 ഇഞ്ച് നമുക്ക് കുറയ്ക്കാം. നമ്മളിന്ന് വെട്ടിയ ചുരിദാറിന്റെ പീസ് തുണി 4ആയിട്ട് മടക്കുക. ഈ ലൈനിങ് തുണിയും മറ്റേ ചുരിദാറിന് വെട്ടിയ പോലെ തന്നെ മടക്കിയ പോലെ തന്നെ 4ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം നമ്മൾ വെട്ടിയ ചുരിദാർ വെട്ടി വെച്ചിട്ടുണ്ട്. ആ പീസ് എടുത്ത് കറക്റ്റ് ലെവലാക്കി, ഒരു പീസാണെങ്കിലും മതി, 2 പീസ് വേണമെന്നില്ല, 2 ഒരേ അളവല്ലേ, അപ്പോൾ ഒരു പീസ് എടുത്താൽ മതി. ആ ഒരു പീസ് കറക്റ്റ് അളവിൽ വെക്കും. നമുക്ക് ഇറക്കം ഇത്രയും വേണ്ട, ഇതിനും കുറച്ച് മതി. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുക, അപ്പോൾ ഈ വശം ഇങ്ങനെ കുറച്ചൊരു 2 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ അങ്ങ് മടക്കുക. ബാക്കി നമ്മൾ വെട്ടി അങ്ങ് എടുത്താൽ മതി. ഈ ഒരു ലെവലിൽ തന്നെ വരച്ചിട്ട് വെട്ടാം, അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിലും വെട്ടിയെടുക്കാം. ഞാൻ വെട്ടിയപ്പോൾ ഒരു ശകലം കൂടുതലിട്ടാ വെട്ടിയത്. അപ്പൊ നമ്മൾ തയ്ച്ച് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസ് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. കഴുത്തും നമ്മളിപ്പം വെട്ടേണ്ട കാര്യമില്ല, കാരണം നമുക്ക് സ്റ്റിപ്പൊക്കെ വെച്ച് കഴുത്ത് വെച്ച് അടിക്കുമല്ലേ, അതുകൊണ്ട് ഇപ്പം കഴുത്ത് വെട്ടണ്ട. പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ല തുണിയിലോട്ട് ലൈനിങ് പിടിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് കഴുത്ത് വെട്ടിയാൽ മതിയാവും. ഈ ലൈനിങ് തുണിയും തന്നെ നമുക്ക് കൈക്കും ലൈനിങ് വെക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് ലൈനിങ് വെക്കാൻ ആവശ്യമാണെങ്കിൽ അവിടെ തന്നെ വെട്ടിയെടുക്കാം. പക്ഷേ നമുക്കിത് തീരെ വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ട് ഒത്തിരി കുറവാണ്. അപ്പം നമ്മൾ ഇത് ജോയിൻ ചെയ്ത് പിടിപ്പിക്കണം. അപ്പം നമുക്ക് കുറച്ച് മെനക്കേടുണ്ട്, കാരണം നമുക്ക് ഇത്രയും പീസ് കൂടെ വേണ്ടതുകൊണ്ട് നമ്മളിതിനെ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി വെട്ടി നമ്മളത് കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൈയുടെ ഒരു അളവിൽ വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒരു ചുരിദാർ എങ്ങനെ വെട്ടിയെടുക്കാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ,
ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.